ലോകത്തിന്റെ സാമ്പത്തിക ശ്വാസകോശമായി കണക്കാക്കപ്പെടുന്ന ഹോർമൂസ് കടലിടുക്ക് വീണ്ടും സംഘർഷത്തിന്റെ ചൂടിലേക്ക് നീങ്ങുകയാണ്. ഒരു നിമിഷം പോലും നിശബ്ദമല്ലാത്ത ഈ കടൽപാതയിൽ 3 വ്യാപാര കപ്പലുകൾക്ക് നേരെ ഇറാൻ വെടിവെച്ചെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ ഗൾഫ് മേഖലയെ മുഴുവൻ പിടിച്ചുലയ്ക്കുന്ന ആശങ്കയാണ് ഉയരുന്നത്. ആഗോള വ്യാപാരത്തെയും പ്രത്യേകിച്ച് എണ്ണ വിതരണത്തെയും നേരിട്ട് ബാധിക്കാൻ കഴിയുന്ന ഈ സംഭവ വികാസം അന്താരാഷ്ട്ര തലത്തിൽ അതീവ ഗൗരവത്തോടെ വിലയിരുത്തപ്പെടുകയാണ്. പ്രാഥമിക റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യയുമായി ബന്ധമുള്ള 2 കപ്പലുകൾ ഉൾപ്പെടെ 3 കപ്പലുകൾക്കാണ് ആക്രമണത്തിനിരയായത്. ഹോർമോസ് കടലിടുക്കിലൂടെ സഞ്ചരിക്കുകയായിരുന്ന ഈ കപ്പലുകൾക്ക് നേരെയാണ് അപ്രതീക്ഷിതമായി വെടിവെപ്പ് ഉണ്ടായത്. ആക്രമണത്തിന്റെ പശ്ചാത്തലവും ലക്ഷ്യവും സംബന്ധിച്ച് വ്യക്തമായ വിശദീകരണം ഇതുവരെ ലക്ഷ്യമായിട്ടില്ലെങ്കിലും ഈ നീക്കം മേഖലയിൽ നിലനിന്നിരുന്ന സംഘർഷാവസ്ഥയെ കൂടുതൽ വഷളാക്കുന്നതാണ്. വെടിവെപ്പിനെ തുടർന്ന് കപ്പലുകളുടെ സുരക്ഷയും ജീവനക്കാരുടെ നിലയും സംബന്ധിച്ച ആശങ്കകൾ ഉയർന്നിട്ടുണ്ട്. കപ്പലുകൾക്ക് വലിയ നാശനഷ്ടം ഉണ്ടായതും ജീവനക്കാർക്ക് പരിക്കേറ്റതെന്നതും സംബന്ധിച്ച ഔദ്യോഗിക സ്ഥിരീകരണങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അതേസമയം കടൽമാർഗ ഗതാഗതത്തിൽ താൽക്കാലികമായെങ്കിലും വലിയ തടസ്സങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ. സംഭവത്തിന് പിന്നാലെ അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ ശക്തമായ പ്രതികരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഹോർമൂസ് കടലിടുക്ക് ലോകത്തിലെ എണ്ണ വിതരണത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളിൽ ഒന്നായതിനാൽ ഇവിടെ ഉണ്ടാകുന്ന ഏതൊരു സംഘർഷവും ആഗോള വിപണികളിൽ വലിയ പ്രതിഫലനം ഉണ്ടാക്കും. എണ്ണവിലയിൽ ചാഞ്ചാട്ടമുണ്ടാകാനും വ്യാപാര മേഖലയിൽ അനിശ്ചിതത്വം വർദ്ധിക്കാനും സാധ്യതയുണ്ട്. ഇറാന്റെ ഭാഗത്തു നിന്ന് ഇതുവരെ ഔദ്യോഗിക പ്രതികരണം ലഭ്യമായിട്ടില്ല. എന്നാൽ പ്രദേശത്ത് സൈനിക സാന്നിധ്യം വർദ്ധിച്ചെന്ന സൂചനകൾ പുറത്തുവരുന്നുണ്ട്. ഇതിനകം തന്നെ US ഇറാൻ ബന്ധത്തിൽ നിലനിന്നിരുന്ന സംഘർഷം പുതിയ തലത്തിലേക്ക് നീങ്ങുമോ എന്ന ആശങ്കയാണ് അന്താരാഷ്ട്ര സമൂഹം ഉറ്റുനോക്കുന്നത്. ഇതിനിടെ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അവരുടെ കപ്പലുകളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി അടിയന്തര നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. നാവികസേനയുടെ നിരീക്ഷണം ശക്തമാക്കുകയും ഗൾഫ് മേഖലയിലെ നീക്കങ്ങൾ അടുത്തായി വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട്. ഗൾഫ് മേഖലയിലെ ഈ പുതിയ സംഘർഷം വെറും പ്രാദേശിക പ്രശ്നമായി മാത്രമല്ല, ആഗോള സമാധാനത്തെയും സാമ്പത്തിക സ്ഥിരതയെയും ബാധിക്കാൻ കഴിയുന്ന വലിയ വെല്ലുവിളിയായാണ് കണക്കാക്കപ്പെടുന്നത്. അടുത്ത മണിക്കൂറുകൾ ഈ വിഷയത്തിൽ നിർണായകമാകുമെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു.